തൃശൂർ വടക്കാഞ്ചേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിനികളെ ബസ്സിൽ കയറ്റാതെ സ്വകാര്യ ബസ് കണ്ടക്ടർ. ബസ്സിൽ കയറാൻ കണ്ടക്ടറോട് കൈകൂപ്പി വിദ്യാർത്ഥി. കണ്ടക്ടറോട് വിദ്യാർത്ഥി കൈകൂപ്പി അപേക്ഷിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിരലിലെണ്ണാവുന്ന കുട്ടികൾ കയറിയപ്പോഴേക്കും മറ്റു കുട്ടികളെ ബസ് കണ്ടക്ടർ തടയുകയായിരുന്നു. സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്ക് പരാതി നൽകി SFI. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ശ്രീജിത്ത്, ഈ മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൈകൂപ്പി അപേക്ഷിക്കുന്നുണ്ട് കുട്ടികൾ കണ്ടക്ടറോട്, എന്നിട്ടും കയറാൻ അനുവദിക്കുന്നില്ല അല്ലേ? അതെ, കൈകൂപ്പി അപേക്ഷിക്കുകയാണ് കണ്ടക്ടറോട് ഈ കുട്ടി ചെയ്യുന്നത്. അതായത് രണ്ട് കുട്ടികളെ, മെജോമോൻ എന്നാണ് ആ ബസ്സിന്റെ പേര്. ഇനി ആ ബസ്സിന്റെ പേര് പ്രേക്ഷകരുടെ മുൻപിലേക്ക് പറയുകയാണ്. മെജോമോൻ എന്നാണ് ആ ബസ്സിന്റെ പേര്. കുന്നംകുളം റൂട്ടിലോടുന്ന ബസ്സാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. വടക്കാഞ്ചേരി നഗരത്തിലെ തന്നെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ വിദ്യാർത്ഥികൾ. രണ്ട് കുട്ടികളെ മാത്രമാണ് ഏറ്റവും ഒടുവിൽ അവർ ആ വാഹനത്തിലേക്ക് കയറ്റിയത്, ആ ബസ്സിലേക്ക് കണ്ടക്ടർ കയറ്റിയത്. കുറേ നേരം അത് കാണുന്ന കാഴ്ച അതൊരു പ്രാകൃതമായ കാഴ്ചയാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത്തരത്തിൽ വരി നിന്ന് കയറി പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അതൊരു വലിയ സംഘടനാ സമരങ്ങളുടെയൊക്കെ ഭാഗമായി, വിദ്യാർത്ഥികളുടെ അവകാശങ്ങളുടെ ഭാഗമായി SFIയും KSUവും അടക്കമുള്ള സംഘടനകളൊക്കെ വലിയ പ്രതിഷേധമൊക്കെ നടത്തിയിട്ടാണ് അതിൽ നിന്ന് ഒഴിവായത്. അത് വീണ്ടും രണ്ടാമതും വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ തുടർന്നു വരുന്നു, അല്ലെങ്കിൽ അത് വീണ്ടും നടപ്പിലാക്കാനുള്ളൊരു ശ്രമം എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന ദൃശ്യങ്ങളാണ്. അവരെ ലൈൻ നിർത്തിയാണ് കയറ്റുന്നത്. അതായത് ബസ് എടുക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് കയറാം, പെരുമഴയാണെങ്കിലും വിദ്യാർത്ഥികൾ അവിടെ തന്നെ നിൽക്കട്ടെ എന്നൊരു നിലപാടാണ് ബസ് ജീവനക്കാർ സ്വീകരിക്കുന്നതെന്ന് നിസ്സംശയം നമുക്ക് പറയാം. എന്തായാലും രണ്ട് കുട്ടികൾ കയറിയപ്പോൾ തന്നെ ഈ ബസ്സിലെ കണ്ടക്ടർ തടയുകയായിരുന്നു. അപ്പോഴാണ് ആ കുട്ടി വളരെ സങ്കടത്തോടു കൂടി കൈകൂപ്പുന്നത്. തനിക്ക് ഈ ഒരു ബസ്സിൽ പോകണം, തങ്ങൾക്കും വീട്ടിൽ പോകണ്ടേ എന്ന ഭാവത്തോടു കൂടിയാണ് ആ കുട്ടി കൈകൂപ്പുന്നത്, വിദ്യാർത്ഥി കൈകൂപ്പുന്നത്. പക്ഷേ നിർദാക്ഷിണ്യം ബസ് എടുത്ത് മറ്റു സ്കൂളിലെ രണ്ട് കുട്ടികൾ കൂടി കയറുന്നുണ്ട്. ഈ സ്കൂളിൽ നിന്ന് ഇത്ര കുട്ടികൾ മതി എന്ന് പറഞ്ഞ് നിർദാക്ഷിണ്യം ആ കണ്ടക്ടർ ആ ബസ് ബെല്ല് കൊടുത്ത് എടുത്തു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ വൈറലായതോടുകൂടി വലിയ പ്രതിഷേധം ഉടലെടുത്തു. അതെങ്ങനെയാണ് ഒരു സ്കൂളിലെ ഇത്ര കുട്ടികൾ, അടുത്ത സ്കൂളിലെ ഇത്ര കുട്ടികൾ, അങ്ങനെയൊക്കെ തീരുമാനിച്ച ഒരു ബസ്സിൽ കുട്ടികളെ കയറ്റാനായി സാധിക്കുമോ? അങ്ങനെ ഒരു നിലപാട് കണ്ടക്ടർ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണോ ഇവിടെ സംഭവിക്കാറുള്ളത്? നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഇതിന് തൊട്ടപ്പുറത്താണ് CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉള്ളത്. ഈ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് തൊട്ടപ്പുറത്താണ് ഏരിയ കമ്മിറ്റി ഓഫീസ് ഉള്ളത്. വിദ്യാർത്ഥികളാരും പരാതി പറഞ്ഞിട്ടില്ല, പക്ഷേ അത്തരത്തിൽ തന്നെയാണ് അവിടെ നടക്കുന്നതെന്ന് ചില നേതാക്കളും. ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ M ശിവപ്രസാദ് SFI നേതാവ് കൂടി ചേരുകയാണ്. ശിവപ്രസാദ്, ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഒരു സ്കൂളിലെ ഇത്ര കുട്ടികൾ മാത്രം ബസ്സിൽ കയറിയാൽ മതി എന്ന ഒരു സ്വകാര്യ ബസ് കണ്ടക്ടർ അങ്ങ് തീരുമാനിക്കുകയാണ്. കുഞ്ഞുങ്ങളാകട്ടെ അപേക്ഷിക്കുന്നുണ്ട്, വീടുകളിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ്, എന്നിട്ടും കയറ്റാത്ത സമീപനം ഉണ്ടാകുന്നു. പലപ്പോഴും ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് ബസ്സുകൾക്കെതിരെ ഇങ്ങനെ പരാതികൾ ഉയരാറുണ്ട്. പക്ഷെ ഇത് അതീവ ഗൗരവമുള്ള സംഭവമായി മാറുന്നുണ്ടല്ലേ? തീർച്ചയായും ഇത് കേരളത്തിൻ പോലെ ഒരു സിവിക് സൊസൈറ്റിക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വാർത്തയും ചിത്രവുമാണ് ഇന്ന് രാവിലെ പുറത്തേക്ക് വന്നത്. യഥാർത്ഥത്തിൽ ആ ചിത്രവും ദൃശ്യവും കണ്ട് കേരളത്തിലെ എല്ലാവരും ഞെട്ടിയിട്ടുണ്ടാവും ഞങ്ങൾ വിശ്വസിക്കുകയാണ്. വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പൊതുസമൂഹത്തിന് ഒരു കൺസേൺ നമ്മുടെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഉണ്ടാവണം. അപ്പോൾ വിദ്യാർത്ഥി സമൂഹത്തിനപ്പുറമായി പൊതുസമൂഹമാകെ ഞെട്ടലോടെ കണ്ടൊരു ദൃശ്യം. ഇതിന്റെ ഒരു അടിസ്ഥാനപരമായ കാരണമുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ പ്രൈവറ്റ് ബസ് മുതലാളിമാർ, അല്ലെങ്കിൽ ഓണേഴ്സ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാദം കേരളത്തിലെ പ്രൈവറ്റ് ബസ് വ്യവസായം വലിയ നഷ്ടത്തിലാണെന്നുള്ളതാണ്. സ്വാഭാവികമായി അവരുടെ ഒരു ജീവിത പ്രയാസത്തിന്റെ ഭാഗം ഉയർത്തുന്ന കൺസേൺ ആണ്. അപ്പൊ ഈ നഷ്ടം എങ്ങനെ ലാഭിക്കും, ഈ നഷ്ടം എങ്ങനെ ഒന്ന് കുറയ്ക്കാൻ കഴിയും, അല്ലെങ്കിൽ ഈ നഷ്ടത്തെ എങ്ങനെ ഒന്ന് മുതലാക്കാൻ കഴിയുമെന്നതാണ് ഇപ്പൊ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശോധന. നിർഭാഗ്യവശാൽ ആ പരിശോധന എത്തി നിൽക്കുന്നത് പരമാവധി വിദ്യാർത്ഥികളെ ബസ്സിൽ നിന്ന് ഒഴിവാക്കുകയും ആ വിദ്യാർത്ഥി കൺസെഷൻ, ആ കൺസെഷൻ എന്തോ നഷ്ടമായിട്ടാണ് പണ്ട് തൊട്ടേ ബസ് മുതലാളിമാർ കാണുന്നത്. ഇപ്പൊ ആ നഷ്ടത്തെ, മറ്റ് വഴികളിൽ ഉണ്ടാവുന്ന നഷ്ടത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി വിദ്യാർത്ഥികളെ മാറ്റി നിർത്താം എന്നൊരു ആലോചനയിലേക്ക് അവരെത്തിയിട്ടുണ്ടാവും. പക്ഷെ അത് കേരളത്തിൽ നടപ്പിലാവുന്ന കാര്യമല്ല. കാരണം ബസ് കൺസെഷൻ എന്നുള്ളത് കേരളത്തിലെ വിദ്യാർത്ഥികൾ സമരം ചെയ്ത് നേടിയെടുത്ത അവകാശമാണ്. അത് ആരെങ്കിലും ദാനമായി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തല്ല, സമരം ചെയ്ത് നേടിയ അവകാശമാണ്. യാത്രാവകാശ സമരങ്ങളിലൂടെ, യാത്രാവകാശ പോരാട്ടങ്ങളിലൂടെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം നേടിയെടുത്ത അവകാശത്തെ ഹനിക്കാൻ ഒരു ശക്തിയെ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ ഗവൺമെന്റ്
വളരെ ശ്രദ്ധയോടെ ഈ ഉണ്ടായ വിഷയത്തെ കാണും. ഇത് വടക്കാഞ്ചേരിയിൽ ഇപ്പോൾ ഒരു ദൃശ്യം പുറത്തേക്ക് വന്നുകൊണ്ട് ഇതിന്റെ ഭീകരത കേരള സമൂഹത്തിന് മനസ്സിലായി. പക്ഷേ കേരളത്തിലെ പല ഭാഗങ്ങളിലേക്ക് നിങ്ങൾ നോക്കിയാൽ പല പ്രദേശങ്ങളിലും SFIയും ഇതുപോലുള്ള ബസ്സുകാരുമായി തർക്കത്തിലേർപ്പെടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. പല ബസ്സുകൾ ഞങ്ങൾ തടയേണ്ടതായി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഇടയിലേക്ക് വിദ്യാർത്ഥികൾ പരാതി പറയുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ബസ് തടയാന്നുള്ളതാണ്. തീർച്ചയായും ശിവപ്രസാദ്, എന്തായാലും അത്തരത്തിൽ ഗുരുതര സ്വഭാവത്തിലുള്ള വിഷയം തന്നെയാണ് ഇത്. അടിയന്തര ഇടപെടൽ വേണ്ടതുമാണ്. SFI ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ശിവപ്രസാദാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.